ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗാ ചെയ്യുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? സോ ഗായ്സ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. സോ 7 days ട്രിപ്പാണ്. അടിച്ചു പൊളിക്കാൻ പോവാണ്. ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. എപ്പോഴത്തെയും പോലെ പണി മേടിച്ച് കൂട്ടണമെന്ന് ഓർത്ത് ഞങ്ങളൊരു 1 hour മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പഞ്ച്വലായിരുന്നു. എല്ലാവരും കറക്റ്റ് പറഞ്ഞ ടൈമിൽ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുവാണ്. 10:30 ട്രെയിനാണ്. സോ എല്ലാവരും ഇതുപോലെ വെയിറ്റ്. ഞങ്ങൾ നേരത്തെ 1 hour മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. സോ വെയിറ്റിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഇനി നാളെ രാവിലെ ഒരു 7:30 അവിടെ എത്തുള്ളൂ. സോ അതുവഴി ഒരു ലോങ് ജേർണിയാണ്. അങ്ങനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സമയത്തിന് മുന്നേ തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും 3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റോപ്പ്. അതിന് മുന്നേ ഞങ്ങൾ ഓടി കയറുമായിരുന്നു ട്രെയിനിൽ. അങ്ങനെ സീറ്റ്സ് എല്ലാം നമുക്ക് ഏകദേശം സെയിം കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി 2 ബോയ്സ് ഉണ്ടായിരുന്നു, അവർക്ക് മാത്രമാണ് വേറെ സൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പാക്കിൽ ലഞ്ച് ചെയ്ത് ഇറങ്ങുമായിരുന്നു. സോ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടായില്ല. കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. എത്തി ഗൈസ്, എത്തി. ആൻഡ് ഫൈനലി ഒരു 1 night ജേർണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ജമ്മു താവിയിലാണുള്ളത്. ആൻഡ് ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രൈവറ്റ് ക്യാബിൽ ഒരു 6-7-8 hours ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ശ്രീനഗർ എത്താനായിട്ട്. സോ ഞങ്ങൾ ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് പുള്ളീനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ലാസ്റ്റ് ക്യാബിൽ കയറിയിട്ട് പോവാണ്. ഇനി ഒരു 8 hours ഡിസ്റ്റൻസ് ഉണ്ട്. അയ്യോടാ, ഇവിടെ വേറെ വീവ്. ഹലോ ഗൈസ്, രാവിലെ തന്നെ നമ്മൾ മൊത്തത്തിൽ നീങ്ങിയിരിക്കുകയാണ്. അവർ മുടിഞ്ഞ റേറ്റാണ് പറയുന്നത്, അതും വാട്ട സാധനങ്ങൾ. തിരിച്ചു വന്നിരിക്കുന്നു. അതെ, പൂർവാധിക ശക്തിയോട്. അയ്യോ, ടൊടലില്ലാടേ. അടിപൊളി, നല്ല രസം. അയ്യോ, എന്റെ കാര്യം ഒന്നും ചെയ്യാതിരിക്കരുത്. ചാളി ഒന്നും കാണുന്നില്ല. വലിയ ടണലാന്ന് തോന്നുന്നു. ഇതാണ് ചിനാനി. ചിനാനി എന്ന് പറയുന്ന ടണല് 9 kilometers ഡിസ്റ്റൻസ് ആണ് ഇതിനുള്ളത്. പാട്ടിന് ഇതാവുന്നില്ല. മാരോ 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 കിലിക്കി മാരോ 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 കിലിക്കി. റേഞ്ച് പോകും കേട്ടാ. നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല ട്രാഫിക് ഉണ്ടാവും, റോഡൊക്കെ മോശമായിരിക്കും, അതുകൊണ്ട് നേരത്തെ നമ്മൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഹെവി ട്രാഫിക്കും പിന്നെ അങ്ങനെയുള്ള റോഡൊക്കെ എക്സ്പെക്ട് ചെയ്താൽ വന്നത്. പക്ഷേ ഓൾ റോഡൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് ഡെവലപ്ഡ് റോഡ്സ് ആയിരുന്നു ഇവിടെ. പിന്നെ ഡൽഹിയിലെ ട്രാഫിക്കാണ്, നമുക്ക് എന്ത് ട്രാഫിക് അല്ലേ. അങ്ങനെ ഇവിടെ നമുക്കൊരു വാഷ്റൂം ഉണ്ടായിരുന്നു. ആൻഡ് ഈ വാഷ്റൂമിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ വാഷ്റൂമിലുള്ള വേസ്റ്റുകളെല്ലാം
ഒഴുക്കി വിടുന്ന അരുവിയിലായിരുന്നു. അരുവി കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിങ് പെഹൽഗമിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ പോകുന്ന വഴിക്ക് ഒരു ആപ്പിൾ തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറേ ആപ്പിളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ആപ്പിൾ മരത്തിനകത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ആദ്യമായിട്ട് ആപ്പിൾ തോട്ടത്തിൽ കയറി ഞങ്ങൾ കരിമ്പങ്കാട്ടിൽ ആന കയറിയ പോലായിരുന്നു. അവിടെ ഫുള്ള് എല്ലാവരും ഫോട്ടോ എടുക്കലും ബഹളവും ഒക്കെ ആയിരുന്നു. ഇത് പെണ്ണുങ്ങളല്ലേ സാധനം? അങ്ങനെ ഒന്നുമില്ല, സെക്സ് ഒന്നുമില്ല തൊപ്പിക്ക്. നമ്മളങ്ങനെ ഒരു ആപ്പിൾ തോട്ടത്തിൽ വന്നിരിക്കുവാണ്. ഇവിടത്തെ ഫസ്റ്റ് എന്താ ഗ്രീൻ ആപ്പിൾ ഷേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് പുള്ളി ചെയ്ത് തരാൻ പോവാണ്. അവർ ഫ്രഷ് ആയിട്ട് എടുക്കുക. 7 ഇങ്ങനെ അവർ ഷേക്ക് ഉണ്ടാക്കുക. वो क्या रखा है भैया? अचार है क्या? एप्पल पिकल्स, जैम, चटनी आपको टेस्ट एप्पल का है सब? ऐसा तो टेस्टर आज बना ईमन हो। क्या बोलते हैं आप पिकल को? स्मॉल पिकल, हाफ केजी का पिकल को क्या बोलते हैं आप? यस, अड्डीपुली जूस. टेस्ट कर लेना आप इसमें से. पिकल है? चटनी, ब्लैक पेपर, saffron, like this is garlic chutney. This is the green stem of garlic. This is lotus stem. ബീൻസ് തോരണം. ജാം കൊള്ളാം. ഇത് വേറൊരു ടേസ്റ്റ്. ഒന്നും മേടിക്കാൻ പോണില്ല, തിന്നിട്ട് പോകും നമ്മൾ ഇവിടെ നിന്ന്. ഈ ചെമ്മരിയാടിനെ കണ്ടപ്പോൾ എനിക്ക് എന്താ നമ്മുടെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പടം ഓർമ്മ വന്നു. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങളിപ്പോൾ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് വിശന്ന് കുടലെത്തിയിരിക്കുക. ബാക്കി കൂടെ ഇരിക്കുന്ന ആൾക്കാരെ മുഖം ഞാൻ കാണിച്ചു തരാം. എല്ലാ കരുതിയിരിക്കുക. कितना टाइम लगेगा? 1.5 किलोमीटर आपको जाने के लिए 10 मिनट ही लगेगा. ठीक है, फिर പറയാം. ശരിക്കും കരിയിരിക്കുവായിരുന്നു. മൗണ്ടൻ ആൻഡ് ബ്രെഡ് ഓംലെറ്റ്, ഇതാണ് കോമ്പിനേഷൻ. നിനക്ക് വേണമെങ്കിൽ മര്യാദ കഴിച്ചു തീർത്താലേ പറ്റും. അടുത്ത കോംബോ ബ്രെഡ് ഓംലെറ്റ് അല്ല, പഹാഡ് പ്ലസ് മാഗി. ഷാമുലിയൊക്കെ നൈസ് ഒറ്റ കൈയിട്ട് വരുന്ന രാഹുൽ. സ്നേഹം മാത്രം കൊടുക്കുന്നു ഞാൻ. കാണിച്ചേ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, ഈ നടുക്കിരിക്കുന്നത്. ഇല്ലാന്ന് കഴിക്കത്തില്ല പുള്ളി, വീട്ടിൽ പോയി ആപ്പിൾ കഴിക്കാനുള്ള പുള്ളി. നിങ്ങളൊക്കെ എന്താ ഓർഡർ ചെയ്തേ? പ്ലെയിൻ മാഗി. നത്തിങ്. അങ്ങനെ ഫൈനലി ഒരു ഫുൾ ഡേ ട്രാവലും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പഹൽഗം ഹോട്ടലിലാണ്.
ഗൈസ് ഞങ്ങളങ്ങനെ ഫൈനലി റൂം എത്തി. ഓ കൊള്ളാടെ കൊള്ളാം. ഇതൊരു റൂം. ഭയങ്കര തണുപ്പ്, ഒടുക്കത്തെ തണുപ്പ്. ഇത് 2 റൂം. യെസ് കപ്പ വറുത്തത് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. വാവ്, വിശപ്പില് കപ്പ വറുത്തത് ഇടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. നോക്ക് രവീനെ, ഒന്ന് നോക്കോ. കഴിക്കുമ്പോ നോക്കത്തില്ല. അങ്ങനെ വന്നു, ഫ്രഷപ്പായി. ഇനി നമുക്ക് അടുത്ത ടാർഗറ്റ് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കാശ്മീരിലെ സ്പെഷ്യൽ വാവ ബിരിയാണി. ഒരു കോപ്പിയടിച്ച ബന്ധത്തിന്റെ കഥയാണ് ഈ പറയുന്നത്. ആ പറഞ്ഞോ നിങ്ങളുടെ കോപ്പിയടിച്ച ബന്ധത്തിന്റെ കഥ. ഇവൻ 8 പഠിക്കുമ്പം നീ 9 പഠിക്കുമായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു 2016 കാലഘട്ടത്തിൽ എന്റെ അടുത്തിരിക്കുന്ന ഒരു കൊച്ചിന് ഒരു പിണ്ണാക്കും അറിയത്തില്ല. ആ കൊച്ചാണ് ഇത്. ഓക്കെ പരീക്ഷയുടെ ഇടയിൽ ഞാൻ അവന് മാത്സ് പറഞ്ഞു കൊടുക്കുകയും ജോമെട്രി വരച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 5 മാർക്ക് കൂടുതൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവൻ പാസ്സായി തല്ലുകളാണ്. അങ്ങനെയാണ് അവൻ ഈ വലിയ നിലയിലെത്തിയത്. ഇപ്പോൾ അവൻ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ കാശ്മീർ. അന്ന് സ്കൂൾ മേറ്റ്, ഇന്ന് ട്രിപ്പ് മേറ്റ്സ്, കുറച്ച് ബാർ മേറ്റ്സ്. അങ്ങനെ ആ ഒരു ഡിന്നറോടെ ഞങ്ങളുടെ കാശ്മീരിലെ ഡേ 1 കഴിഞ്ഞു. ആൻഡ് അടിപൊളി ഒരു ദിവസമായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു, ഒരുപാട് കോമഡി ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. എനിക്ക് എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ബാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് വിത്ത് ദിസ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.